കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധനും കാരുണ്യ ഹോസ്പിറ്റലുകളുടെ ചെയർമാനുമായ ഡോക്ടർ കെ പ്രകാശനെ ആരോഗ്യപ്രവർത്തക ശോഭനകുമാരി സ്മാരക സബർമതി പുരസ്കാരം നൽകി ആദരിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സബർമതി സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതം പറഞ്ഞു. വയോജന കലോത്സവത്തിൽ കലാതിലകമായി നേട്ടം കൈവരിച്ച ലളിത ചക്രപാണിയെ ചടങ്ങിൽ ആദരിച്ചു. സബർമതി കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ശോഭനകുമാരി അനുസ്മരണ സന്ദേശം നൽകി. അഡ്വക്കേറ്റ് പി ബൈജു, കണ്ണനുണ്ണി, ആശാ കൃഷ്ണാലയം, ബിനി രാധാകൃഷ്ണൻ, എം ഇ ഉത്തമക്കുറുപ്പ്, ഡോക്ടർ കെ വി രാജു, ലളിത ജി, ഗോപാലകൃഷ്ണൻ പൂപ്പള്ളിക്കാവ്, ദിലീപ് കുമാർ, വേണു കടകരപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ മേഖലയിൽ രണ്ട് സ്റ്റാഫുകളാണ്. ഒന്ന് ക്ലിനിക്കൽ സ്റ്റാഫ്, രണ്ട് ഫീൽഡ് സ്റ്റാഫ്. ഫീൽഡ് സ്റ്റാഫുകൾ മിക്കവാറും ജോലി ചെയ്യുന്നത് അവരുടെ ഡയറിയിൽ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. വീട്ടിലിരുന്നിട്ട് വേണമെങ്കിൽ ഡയറി എഴുതാം. എൻ്റെ ഒരു അനന്തരവള് IPH വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വീട്ടിൽ നിന്ന് ഡയറി എഴുതാൻ എനിക്കറിയാം, മനസ്സിലാക്കില്ലേ? അപ്പൊ ഞാൻ പക്ഷെ തികച്ചും വിഭിന്നയായിട്ട് ഡോക്ടർ രാജുവിന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യും. കമാൻഡിങ് പവർ. താഴെയുള്ള ജീവനക്കാരെ കൊണ്ട് ഭംഗിയായിട്ട് ജോലി ചെയ്യിക്കാൻ മിടുക്കിയായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റാഫാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. റിട്ടയർമെന്റിന് ശേഷം ഇവരെ കൊണ്ട് ആവശ്യം. ഞാൻ റിട്ടയർഡാണ്. ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആയിട്ട് റിട്ടയർഡാണ്. ഇപ്പൊ ഞാൻ വളരെ ആക്റ്റീവാണ് ഫീൽഡിൽ. അപ്പൊ രാജുവിന്റെ ഭാര്യ മരിച്ചുപോയി. നമുക്ക് ഈ രാജ്യത്തിൽ നഷ്ടം. ഇപ്പൊ നമ്മൾ ഹെൽത്ത് സർവീസിൽ റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരെയും രണ്ടാമത് ജോലിക്ക് പഠിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കോംപ്ലിമെന്റ് കൊടുത്ത് നമ്മൾ നല്ല ജോലി ചെയ്യിക്കാറുണ്ട്. അവർ ചെയ്യുന്ന ജോലി അവിടെ ശമ്പളമായിട്ട് നോക്കുമ്പോൾ അത് ഒരിക്കലും തട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവരൊക്കെ വളരെ പതിമടങ്ങ് ശക്തിയിലാണ് അവരുടെ പ്രവർത്തന മണ്ഡലം. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ എക്സ്പീരിയൻസ് ഉള്ള, വളരെ ബന്ധങ്ങളുള്ള